ശകലമാണല്ലോ, ഒന്നുകൂടെ വായിക്കാം. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. മതി. അതിന്റെ ശേഷം ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് അബ്രഹാമിനുണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തോ ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തോ ഭാഗ്യമുള്ളോ. നാഥന്റെ കാഴ്ചുപണ്ടു നാൾ തോറും പിന്തുടരാ മാതൃകയായി നല്ല മാതൃകയായി നാഥന്റെ കാഴ്ചുപണ്ടു നാൾ തോറും പിന്തുടരാ മാതൃകയായി നല്ല മാതൃകയായി ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തോ ഭാഗ്യമുള്ളോർ പ്രിയരെ, എന്തോ ഭാഗ്യമുള്ളോ. നാഥന്റെ കാഴ്ചുപണ്ടു നാൾ തോറും പിന്തുടരാൻ മാതൃകയായി നല്ല മാതൃകയായി നാഥന്റെ കാഴ്ചുപണ്ടു നാൾ തോറും മാതൃകയായി നല്ല മാതൃകയായി. ഓ ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തോ ഭാഗ്യമുള്ളോർ പ്രിയരെ, നാം എന്തോ ഭാഗ്യമുള്ളോ. പരിചിതമായ വേദശകലമാണ് ഉൽപ്പത്തി പുസ്തകം 15 പ്രാരംഭവാക്യം. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. പരിചിതമായ വേദശകലമാണ്. 1-2 കാര്യം പറഞ്ഞ് വേഗത്തിൽ നടത്താം. അതിന്റെ ശേഷം ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട്, അതിന്റെ ശേഷം നാളെ ഓർപ്പിച്ചതാ. ഏതിന്റെ ശേഷം? 15 പ്രാരംഭവാക്യം ഒന്നുകൂടെ വായിച്ചേ. അതിന്റെ ശേഷം. ഏതിന്റെ ശേഷം? നാളെ ഓർപ്പിച്ചതാ. ജോഡി അതിന്റെ ശേഷം. ഏതിന്റെ ശേഷം? സമയം പോകുന്നല്ലോ. 14-ാം അധ്യായത്തിന് ശേഷം. നമ്മൾ എത്രയാ വായിച്ചേ? 15. അപ്പൊ ഏതിന് ശേഷമാ? 14-ന് ശേഷമാ. 14-ാം അധ്യായത്തിന് ശേഷം. 14 കഴിഞ്ഞല്ലേ 15? അല്ലേ? അപ്പോൾ 14-ാം അധ്യായത്തിന് ശേഷം പുസ്തകം പഠിക്കുന്നവർക്കറിയാം, 14-ാം അധ്യായത്തിലെ സംഭവം ഒരു യുദ്ധമാണ്. 4 നാട്ടുരാജാക്കന്മാരും 5 നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം. അമ്രാഫേൽ, അരിയോക്ക്, കെദർലായമോർ, തീദാൽ ആദിയായ ബാബിലോണിന് ചായവുള്ള 4 പേരും, ബേരാം, ബിർശ, ശിനാവ്, സോവർ ആദിയായ സോതോമിയ ചായവുള്ള 5 പേരുമായുള്ള യുദ്ധമാണ്. ഈ 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. നല്ല കുഴിയല്ല, കീൽക്കുഴി, ഓയിൽ കുഴിയിലാ പോയത്. പിന്നെ പുള്ളിയുടെ ഒരു ഗുണം, കുഴി കടന്ന് ക്രൂസൈഡൊന്നും നടത്തിയില്ല.
പുള്ളി കുഴിയിൽ നിന്ന് കയറി വന്നു. നമ്മളന്ന് കുഴിയിൽ ഒരു ക്രൂസൈഡ് നടത്തും. വീണ് കിടക്കുക, എന്നാലും ഒരു ബാനറും വലിച്ചു കിട്ടും, കുഴി ക്രൂസൈഡ് 2000. അപ്പൊ എല്ലാവരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ടു, പിന്നെ സോദോമിനെ അപഹരിച്ചു. നിന്റെ സഹോദരപുത്രൻ ലോത്ത്, അവന്റെ ഭാര്യ, 2 പെൺകുട്ടികൾ, സമ്പത്ത് അവര് പിടിച്ചുകൊണ്ടുപോയി. അന്ന് അബ്രഹാം മമ്മറയുടെ തോപ്പിൽ പാർക്കുക. ഞാൻ എപ്പോഴും പറയും, അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആരെന്നേ പറഞ്ഞേനും അവനത് തന്നെ മരണം. ഞാൻ ആ വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ ആരുടെയും കൈ ചെന്ന് കയറണം. എനിക്കോ അവനെ തല്ലാനൊക്കുകയല്ല, അതുകൊണ്ടും വേറൊരാളെങ്കിലും, നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയല്ലേ, എനിക്ക് പ്രമാണമില്ല അവനെ എനിക്ക് പ്രമാണമില്ല അവനെ തല്ലാൻ, അതുകൊണ്ട് മറ്റവൻ അവനെ കയറി 2 കൊടുക്കട്ടെ. അതൊന്നും പുതിയ നിയമ സഭയ്ക്ക് ഭൂഷണമല്ല. സ്തോത്രം. അപ്പോൾ അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആരെന്നേ പറഞ്ഞാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കാരണം അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിയ ആളാ ലോത്ത്. പക്ഷെ ലോത്ത് ഈ നല്ല നീരോട്ടമുള്ള സ്ഥലമെല്ലാം കണ്ടെത്തി തെരഞ്ഞെടുത്തു. അബ്രഹാമിന് ഈ വിഷയത്തിൽ വളരെ ഉണ്ടായി കാണും. അതുകൊണ്ടാണല്ലോ അബ്രഹാം തല താഴ്ത്തിയിരുന്നത്. ലോത്തിനെ വിളിച്ചു പറഞ്ഞത്, ദേശമെല്ലാം ഇഷ്ടം പോലെ വിശാലമാണ്, നിനക്ക് ആവശ്യമുള്ളത് എടുത്തു. വേണം ഇവൻ എന്തായാലും പറഞ്ഞു, ഉപ്പാപ്പ ഞാനൊന്നും എടുക്കുന്നില്ല, അപ്പനില്ലാതെ അനാഥത്വം പേറി വീട്ടിൽ കിടന്ന് എന്നെ ഉപ്പാപ്പൻ സുവിശേഷം പറഞ്ഞ് വചനമൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കൊണ്ട് നടന്നതാ. ഉപ്പാപ്പൻ മുഖാന്തരമായി എന്തെങ്കിലും കിട്ടിയെങ്കിൽ ദൈവം ചെയ്തതാ, എന്നാലും മുഖാന്തരം ഉപ്പാപ്പൻ, അതുകൊണ്ട് ഞാനായിട്ടൊന്നും എടുക്കുന്നില്ല, എന്നെ ഉപ്പാപ്പൻ എന്തെങ്കിലും തരികയെന്ന്. എൻ്റെ ന്യായം അതല്ലേ? മിണ്ടുകയല്ല. നിങ്ങളിപ്പം വന്ന് ന്യായവും പറയുകയല്ലേ? അപ്പനില്ലാതെ അനാഥത്വം പേറി കിടന്ന ഇവനെ അബ്രഹാം വലിയോ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ ഈ തെക്കേദേശത്ത് വന്നപ്പോൾ കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രഹാം ബഹു സമ്പന്നനായി. ലോത്തിനും കിട്ടി. കവി പണ്ട് പാടി, വചനമല്ല, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും. അപ്പൊ ആ വാങ്ങലില് ലോത്തിന് സമ്പത്ത് കിട്ടി. അപ്പൊ ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും കൂടെ ശണ്ട ഉണ്ടാക്കി. അപ്പോൾ അബ്രഹാം വിളിച്ച് പറഞ്ഞ, ദേശമെല്ലാം വിശാലമാണ്, നമ്മൾ പെന്തിക്കോസുകാരെ ഇവിടെ കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇവിടെ കിടന്ന് അയ്യോ പത്തോന്നും പറഞ്ഞ് അലറിയച്ച് മിറ്റത്തോട്ടിറങ്ങി കിടന്ന് സാരിയുടെ ഞുറിച്ചിലെടുത്ത് കുത്തിയച്ച് എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് അരിജം കയറരുത്. മനസ്സിലാകുന്നുണ്ടോ? നീ ബൈബിൾ പിടിക്കടി, ഞാൻ 2 കാര്യം അയാളോട് പറഞ്ഞേച്ചേ. ഇവിടെ കിടന്ന് 6 വെച്ചു ക്രൂറി വിറ്ററി കാൽവരി. അബ്രഹാം പറഞ്ഞു, നമ്മൾ പെന്തിക്കോസുകാരാ 2 പേരും. ഇവിടെ കിടന്ന് കസേരക്കടിക്കാൻ, കത്തുകുത്തുണ്ടാക്കുകയും തലതല്ലി പൊട്ടിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ പെന്തിക്കോസുകാരാ. അതുകൊണ്ട് ഞാൻ മഴക്കനില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ യാഗപീഠം പണിത് വെച്ചേക്കുക. നീയുമായിട്ട് കയറി ഒരസിയച്ച് എനിക്ക് വന്ന് യാഗം കഴിക്കാനൊക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ മഴക്കനില്ല. ദേശമെല്ലാം വിശാലം, ഇഷ്ടമുള്ള എടുത്തു. ആത്മീയന്റെ ലക്ഷണം അതാ. മഴയ്ക്ക് അങ്ങ് മാറും, ഒഴിഞ്ഞു മാറി, വാങ്ങിപ്പോയി, അങ്ങനെയൊക്കെയാ പ്രയോഗം. സ്തോത്രം. അപ്പൊ ലോത്തിനോട് ഇത് പറഞ്ഞപ്പോ ലോത്ത് പറയുമെന്ന അബ്രഹാം ചിന്തിച്ചത്, ഉപ്പാപ്പ ഞാൻ വഴക്കൊന്ന് പറഞ്ഞാൽ അവര് പാസ്റ്റർമാർ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം വന്നതാ, ഞാനിത് അറിഞ്ഞില്ല, വേണ്ട ഞാനൊന്നും തിരഞ്ഞെടുക്കുന്നത്, ഉപ്പാപ്പൻ എന്തേലും തന്നാ മതി എന്ന് പറഞ്ഞു. ആര്? അവൻ കിട്ടിയ അവസരം മുതലാക്കി. അവിടെ വായിക്കുന്നത്, അപ്പോൾ ലോത്ത് നോക്കി, യോർദാനിലേക്കുള്ള സ്ഥലമല്ല നീരോട്ടമുള്ളതെന്ന് കണ്ടു. അപ്പൊ ഇപ്പം പണ്ടേ ഇവിടെ കണ്ണ് വെച്ചേ ഇരിക്കുക, ഇയാളൊന്ന് തട്ടിപ്പോകാൻ നോക്കിയിരിക്കുക. ആരാണോ എന്നോട് പറഞ്ഞ്, പാസ്റ്റർ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് ആ ബൈബിൾ ഇഞ്ഞ് തരണമെന്ന്. വേറൊന്നും ചോദിച്ചില്ലല്ലോ. സ്തോത്രം. അത് നല്ല കാര്യമല്ലേ? സ്തോത്രം. അപ്പൊ അബ്രഹാം ഇത് പറഞ്ഞപ്പോ ലോത്ത് ചിന്തിച്ചത്, എനിക്ക് എന്തെങ്കിലും തരും. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞില്ല. അവൻ അന്നേരം നോക്കി സ്ഥലമെല്ലാം തിരഞ്ഞെടുത്തു. ഈ വിഷയത്തിൽ അബ്രഹാമിന് അല്പം മനപ്പീട വന്ന് കാണുമെന്ന് ഞാൻ പറയാൻ കാര്യം അതുകൊണ്ടാ. അബ്രഹാം, എന്നാൽ ഇവൻ എന്നോട് ഇത് ചെയ്തല്ലോ എന്നോർത്ത് വളരെ മനോഭാരത്തോടെ തല കുനിച്ചു.
എന്നാലും ഇവൻ എന്നോടിത് ചെയ്തല്ലോ. ഞാൻ ഓർത്തി വൻ ഉപ്പാപ്പൻ എന്തെങ്കിലും താന്ന് പറയുവന്ന്. ഇവൻ വലിയ പൊന്നുമോനാന്നല്ലോ. ഇങ്ങനെ തല കുനിച്ചപ്പോൾ ആ തമ്പുരാൻ പറഞ്ഞത് അബ്രഹാമെ തല പൊക്കാൻ പറഞ്ഞു. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? ആ ചേർത്തൊന്ന് വായിച്ചേ അല്പം കൂടെ. ഒരു വാചകം. ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് തലപൊക്ക്. നീ എന്തിനാ ഭാരപ്പെട്ട് തല കുനിക്കുന്നത്? അവനിത് അപകരിച്ചുകൊണ്ട് പോയതിൽ നീ എന്തിന് ഭാരപ്പെടുന്നു? നിനക്ക് ലഭിക്കേണ്ട അവകാശവും ഓഹരിയും നന്മയും നീ അഥവാ അവൻ അപകരിച്ചാൽ നീ പതറണ്ട. നിന്റെ അവകാശത്തെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാം. ഓരോന്നോരോന്ന് പ്രാർത്ഥിച്ച് മേടിച്ചോണം. പ്രാർത്ഥിച്ച് മേടിച്ചോണം. സ്തോത്രം. ഇവിടെ പാസ്റ്റർമാര് പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ല പാസ്റ്റർമാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. സ്തോത്രം. അതോ നീയും ദൈവമായിട്ട് തന്നെ നേരത്തെ വല്ല ഉടക്കുണ്ടോ? സ്തോത്രം. മുഴങ്കാലയിൽ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോത്ത് ഇതെല്ലാം തട്ടിയെടുത്ത് അബ്രഹാമിന് മനപ്പീട വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു ഭാരപ്പെടേണ്ട തലപൊക്ക്. നീ ഇരിക്കുന്ന ഇടത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുന്നത് ഈ കാണുന്ന ദേശമല്ല ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും. ഇതാ ദൈവത്തിന്റെ വാഗ്ദത്തം. നിന്റെ അവകാശങ്ങളെ ആരും അപകരിക്കത്തില്ല. നിനക്കുള്ളത് നിന്റെ കയ്യിൽ തന്നെ വരും. ദൈവം നിന്നെ അനുഗ്രഹിക്കാമെന്ന് പദ്ധതി കിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായിട്ട് ആര് കരുക്കളും തന്ത്രങ്ങളും ഒരുക്കിയാലും അത് ഏക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ഞാന് നാളെ അല്പസമയം പ്രസംഗിക്കാം ദൈവം അനുവദിച്ചാൽ. ഇന്നങ്ങ് നിർത്തുക. അപ്പൊ ലോത്ത് ഇതെല്ലാം തട്ടിയെടുത്തു. വേണേ അബ്രഹാമിന് പറയാം ലോത്തിനെയും കുടുംബത്തെയും തട്ടിക്കൊണ്ട് പോയപ്പോൾ എന്നോട് ചെയ്തതിന്റെ ദൈവം. അബ്രഹാം അത് പറഞ്ഞില്ല. അബ്രഹാം ഉടനെ തന്നെ ഈ മനോഭാരമായി സഹോദരപുത്രൻ നഷ്ടപ്പെടുകയല്ലേ. അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 അഭ്യാസികളെയും അന്ന് മമ്മറയുടെ തോപ്പില മമ്മറെ ആനേറ് യഷ്കോൽ 3 പേര് ഇവരെല്ലാം കൂടെ സെലക്ട് ചെയ്ത് സോദോമിനെ കൊള്ളയിട്ട 4 രാജാക്കന്മാരെ ചെന്ന് പരാജയപ്പെടുത്തി. അവരപകരിച്ചതല്ല അബ്രഹാം തിരിച്ചു പിടിച്ചെടുത്തു. ജയാളിയായിട്ട് തിരിച്ചു കൂടാരത്തിലേക്ക് വന്നു. അത് വന്ന സന്ദർഭത്തിൽ ദൈവം പറഞ്ഞ കാര്യമാണ് 15:1 അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയാ. 2 കാര്യം പറഞ്ഞങ്ങ് നിർത്താം. 14-ാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം ജയം കൊടുത്തു. ജാതികളുമായുള്ള യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായത്. ജാതികളുമായുള്ള യുദ്ധം ജയം ഉണ്ടാകാനുള്ളതിന്റെ പ്രഥമ കാരണം പറയാം. 13-ാം അധ്യായത്തിൽ ലോത്ത് കൂടാരം അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എങ്ങോട്ട് പോയെന്നാ? സോദോമിൽ കൊണ്ട് കയറ്റി. ആദ്യം യോർദാന്റെ തീരമാ, പിന്നെ ഇച്ചിരൂടെ കയറി, പിന്നെ അതിന്റെ തീരത്തോട്ട് കയറി ചോവാറി വന്നു. ചോവാറി വന്നപ്പോൾ പിന്നെ അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അങ്ങനെ പിന്നെ നീക്കി ഒടുവിൽ സോദോമിൽ കൊണ്ട് വേറെ ദിവസത്തിൽ വേറൊരു വാക്യമുണ്ട്, ആരും ഓടിക്കാതെ കണ്ട തന്നെ പോകുന്നുണ്ടോ? അബ്രഹാം പറഞ്ഞു വിട്ടാണോ? അബ്രഹാം പറഞ്ഞു ഓടിക്കോടാ നീ സോദോമിൽ ചെന്ന് കൂടാ. അബ്രഹാം അങ്ങനെ പറഞ്ഞു വിട്ടാൽ ഇവൻ നേരെ നാളെ നാശം ഒപ്പിച്ചു വെക്കും. ഇയാളുടെ പഴയ ചരിത്രം വെക്കാൻ ഇതൊക്കെ എൻ്റെ മൊബൈലുണ്ട്, ഞാൻ ഫോട്ടോ എടുക്കാൻ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ വാട്സാപ്പിന് പോടാ. എൻ്റെ വാട്സാപ്പ് നമ്മളാരെ ഓടിക്കണ്ട, ഓടേണ്ടതൊക്കെ തന്നെ ഓടിപ്പൊക്കോളും. തന്നെ ചെന്ന് കയറുക സോദോമിലോട്ട്. എന്താ അബ്രഹാം പറഞ്ഞില്ല നീ പോണമെന്നോ ഇന്ന ഡേറ്റിൽ പോണമെന്നോ ഇന്ന പ്രകാരം പോണമെന്നൊന്നും പറഞ്ഞില്ല. നീ യാഗപീഠം പണിത് അവിടെ ഇരുന്നാ മതി. ഒക്കെ പോകേണ്ടവൻ അതിലേ പൊക്കോളും, മരണവൻ അതിലേ വരും, നിൽക്കേണ്ടവൻ നിൽക്കും, ഇരിക്കേണ്ടവൻ ഇരിക്കും, സ്തോത്രം പറയേണ്ടവൻ സ്തോത്രം പറയും, ആരാധിക്കേണ്ടവൻ ആരാധിക്കും, പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിക്കും, കൂട്ടായ്മയ്ക്ക് വരേണ്ടവൻ വരും, പോകേണ്ടവൻ പോകും, ബലപ്പെടേണ്ടവൻ ബലപ്പെടും. ആമേൻ. അതൊക്കെ ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സോദോമിലോട്ട് കൊണ്ട് കൂടാരം കയറ്റി. പക്ഷെ അബ്രഹാമിന്റെ വിശേഷത, അബ്രഹാം ഹെബ്രോനിൽ കൊണ്ട് കൂടാരം അടിച്ചു. ആ 13-18 വായിച്ചേ. 13-18
അപ്പോൾ അബ്രഹാം കൂടാരം മോന്തേന്ന് അത് മാറ്റി വെച്ച് വായിക്ക്. അതിന് എല്ലാവർക്കും കോവിഡാന്നോ? വായിരേ. അപ്പോൾ മോളെ മൈക്ക് കൂടെ അത് ഓൺ ചെയ്യും. അപ്പോൾ അബ്രഹാം ഇത്ര നേരം പിന്നെ ഞാൻ അടുക്കുകയായിരുന്നു. വായിരേ. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. കണ്ടോ, ലോത്ത് സോലോമിൽ കൊണ്ട് കൂടാരം തീർത്തപ്പോൾ അബ്രഹാം ഹെബ്രോനിലേക്ക് കൂടാരം അടിച്ചു. മമ്രയുടെ തോപ്പിൽ. നിങ്ങൾക്കറിയാം ഹെബ്രോൻ എന്ന വാക്കിന്റെ ഒരർത്ഥം കൂട്ടായ്മ. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ ഈ സഭയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ഹെബ്രോൻ എന്നാ. ഇത് കൂട്ടായ്മയാ. എനിക്ക് തോന്നുന്നതിന്റെ മൂലഭാഷ എന്താ? കൊയിനോനിയ അല്ലേ? അത് നമുക്ക് പിന്നെ അറിവുള്ളവർ പറയാൻ എനിക്കറിയത്തില്ല. കൊയിനോനിയ. അപ്പോൾ ഹെബ്രോൻ എന്ന വാക്കിന്റെ ഒരു അർത്ഥം കൂട്ടായ്മ. ലോത്ത് സോലോമിലെ കൂട്ടായ്മയ്ക്ക് പോയപ്പോൾ അബ്രഹാം ഹെബ്രോനിലെ ആത്മിക കൂട്ടായ്മയിൽ വന്നു. ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ അപ്പൊ ഹെബ്രോൻ കൂട്ടായ്മ. മമ്ര എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം ബലം. മമ്ര എന്ന വാക്കിന്റെ ഒരർത്ഥം ബലം. അവിടെ അടുത്തൊരു പദമുണ്ട് യാഗപീഠം. അപ്പൊ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന യാഗപീഠം ആരാധന കാണിക്കുന്നു. മമ്ര ബലം, ഹെബ്രോൻ കൂട്ടായ്മ. അർത്ഥം ഇത്രയേ ഉള്ളൂ. അബ്രഹാം കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ലോത്ത് ആ വഴി അങ്ങനെ പോയി സോദോമിൽ ചെന്ന് വലഞ്ഞപ്പോൾ, അവൻ വലഞ്ഞു കുഴഞ്ഞപ്പോൾ അബ്രഹാം കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടു. നാളെ ഏറെ സമയം പറയാം, എങ്കിലും പറഞ്ഞങ്ങ് നിർത്താം. കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടത് കൊണ്ടാ 14-ാം അധ്യായത്തിൽ ജയം ഉണ്ടായത്. നിനക്ക് ജയം ഉണ്ടാകണമെങ്കിൽ, ഏത് വിഷയത്തിലും ജയം വരണമെങ്കിൽ ആരാധിച്ച് ബലപ്പെടണം. കയ്യും കെട്ടി വായും പൂട്ടി മുണ്ടാപ്രാണി ഇരിക്കുമ്പോൾ ഇരുന്നാൽ, നീ കൂട്ടായ്മയ്ക്ക് വരാതിരുന്നാൽ നിനക്ക് ജയം കിട്ടത്തില്ല. എന്നാൽ കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെടുന്ന ദൈവത്തിന്റെ ജനത്തിന് നിശ്ചയമായിട്ട് ജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബാക്കി നാളെ നമുക്ക് ദൈവം അനുവദിച്ചെത്തി. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കൂട്ടായ്മയിൽ ബലപ്പെടുവാൻ, ആരാധിച്ച് ബലപ്പെടുവാൻ, പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ, ആത്മാവിൽ ബലമേറ്റെടുക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കാം. നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നോ താഴ്ച ഭവിക്കുകയില്ലെന്നോ. നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നോ താഴ്ച ഭവിക്കുകയില്ലെന്നോ. ഇവിധമുള്ളോർ മനസ്സുകളിൽ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമാ. ഓ സിയോ നഗരിയിൽ പെരുവഴികൾ, സിയോ നഗരിയിൽ പെരുവഴികൾ. സേനയിലധിപൻ ദേവനിലതിയായ ആശ്രയമേവനുണ്ടോ. ആയവരേവരിലും അതിതന്യേ. ഓ സേനയിലധിപൻ ദേവനിലതിയായ ഓ ആശ്രയമേവനുണ്ടോ. ആയവരേവരിലും അതിതന്യേ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. പ്രാർത്ഥിച്ച് യോഗം നിർത്താം.
യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. ഇന്ന് പകൽ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീത ദൂതുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കൂടി വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് നൽകിയ ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന് ജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ മഹത്വം ആസ്വദിച്ച് ബലപ്പെട്ട് ജീവിപ്പാൻ കൃപ തരണം. ഫലം കായ്ക്കുന്നവരായി, തക്ക ഫലം കായ്ക്കുന്നവരായി കർത്താവെ തീരുവാൻ തിരുവചനത്തിലൂടെ ഇന്ന് പകൽ ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിങ്ങളുടെ കർത്താവെ ശരീരം അനീതിയുടെ ആയുധങ്ങളാക്കാതെ ദൈവത്തിന് മഹത്വമുള്ള ദൈവഹിതപ്രകാരമുള്ള ദൈവിക ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി തീർക്കണമെന്ന് കർത്താവെ നീ കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഇന്ന് അനുഗ്രഹീതമായ സന്ദേശം നിവൃത്തിയിലൂടെ കേൾപ്പിച്ചല്ലോ കർത്താവെ സ്തോത്രം. ഇന്ന് കൂട്ടായ്മയിൽ ശക്തിപ്പെടുവാൻ കർത്താവെ ആരാധിക്കുന്നവരായി മാമ്രയുടെ തോപ്പിൽ ഭയപ്പെടാതെ നിന്നോട് ചേർന്ന് ആരാധിച്ച് കർത്താവെ സ്തോത്രം ദൈവ മഹത്വം ആസ്വദിക്കുന്നവരായി തീരുവാൻ, രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നവരായി തീരുവാൻ, തീയുടെ ബലത്തെ കെടുത്തുന്നവരായി തീരുവാൻ, സിംഹത്തിന്റെ വായ അടയ്ക്കുന്നവരായി തീരുവാൻ, ഗർജിക്കുന്ന സിംഹത്തിന്റെ വായുകളെ അടച്ച് ദൈവത്തിന്റെ മഹത്വം ഘോഷിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിന്റെ നന്മകളെ പ്രാപിച്ചവരായി ജയത്തോടെ ജീവിപ്പാൻ കർത്താവ് ജനത്തിന് കൃപ തരുന്നതിനായി സ്തോത്രം. നിന്റെ ഭൃത്യന്മാരെ ബലപ്പെടുത്തണം, ഏറിയ നന്മകൾക്കൊന്നും നിറയ്ക്കണം, കുടുംബങ്ങളായി അനുഗ്രഹിക്കണം, ദൂതന്മാർ കാവലായി വേലുകെട്ടി സൂക്ഷിക്കണം, അനർത്ഥങ്ങൾ തോണ്ടുവാൻ ഇടവരാതെ വേണം. കർത്താവെ, അന്ധകാരത്തിന്റെ നാവുകളെ ബന്ധിച്ച് ദൈവ മഹത്വത്തിന്റെ നാവുകളായി കർത്താവെ ജ്വലിക്കുവാൻ കൃപ കൊടുക്കണം. കൂടി വന്ന ജനം അനുഗ്രഹിക്കപ്പെടും. തലമുറകളായി അവരുടെ സമ്പത്ത്, ആരോഗ്യം, കർത്താവെ നന്മകൾ എല്ലാം കൊണ്ട് അവർ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ദൈവിക മഹത്വം ആസ്വദിക്കട്ടെ. ചാരത്തും ദൂരത്തുമായി ശ്രമിച്ച ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. അനേകായിരങ്ങൾ കർത്താവെ ഇത് ലൈവിലൂടെ കാണുന്നല്ലോ, അവരുടെ ജീവിതത്തിൽ ബലപ്പെടുവാൻ ഭയമില്ലാത്തവരായി, ആരാധനയിൽ ബലപ്പെട്ട് ശക്തി പ്രാപിച്ച് സകല ബന്ധനങ്ങളെയും അഴിച്ചവരായി ജീവിച്ച് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും താഴ്ത്തി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പുത്രന്റെ നാമം മഹത്വം എടുക്കണം ഐശ്വര്യമായി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. കർത്താവ്